ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ സബ്സ്പേസസ് സെക്ഷനിലെ സെക്കൻഡ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്സ്പേസസിന് ധാരാളം എക്സാമ്പിൾസാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സബ്സ്പേസസിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത് സബ്സ്പേസസിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു. ഡെഫിനേഷന് ശേഷം 2 എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ ഒരു സബ്സെറ്റ് സബ്സ്പേസ് ആവാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനും പറഞ്ഞു. ഒരു സബ്സെറ്റ് സബ്സ്പേസ് ആണോ നോക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ വെക്റ്റർ സ്പേസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും വെരിഫൈ ചെയ്യണം. കഴിഞ്ഞ വീഡിയോ കണ്ടാണ്. പക്ഷേ ആ ഒരു തിയറം നമ്മൾ പഠിച്ചു. ആ തിയറം പ്രകാരം ഒരു സബ്സെറ്റ്, ഒരു വെക്റ്റർ സ്പേസിൻ്റെ സബ്സെറ്റ് സബ്സ്പേസ് ആണോ നോക്കാൻ 2 കണ്ടീഷൻസ് മാത്രമേ വെരിഫൈ ചെയ്യേണ്ടതുള്ളൂ. വെക്റ്റർ സ്പേസിനെ വി എന്ന് പേര് വിളിക്കുക, സബ്സെറ്റിനെ ഡബ്ല്യു എന്നും പേര് വിളിച്ചാൽ ഫോർ ഡബ്ല്യു ടു ബി എ സബ്സ്പേസ് ഓൺലി 2 കണ്ടീഷൻസ് ടു ബി വെരിഫൈഡ്. അത് ഏതൊക്കെയാണ്? ഒന്ന്, whether that W is closed under vector addition. Second, whether W is closed under scalar multiplication. ഈ 2 കാര്യങ്ങളും മാത്രമേ നോക്കേണ്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിൾ പറയുമ്പോഴും നിങ്ങൾ റിസൾട്ട് ഓർക്കുക. സബ്സെറ്റ് തരും, വെക്റ്റർ സ്പേസ് തരും, സബ്സെറ്റ് തരും. ആ സബ്സെറ്റ് സബ്സ്പേസ് ആണോ നോക്കാൻ നമ്മൾ 2 കണ്ടീഷൻസേ വെരിഫൈ ചെയ്യുള്ളൂ. whether that subset is closed under vector addition and closed under scalar multiplication. ഓക്കെ, എക്സാമ്പിളിലേക്ക് പോകാം. ഇപ്പോൾ എക്സാമ്പിൾ പോകുമ്പോൾ ഞാൻ ആദ്യം ഒരു വെക്റ്റർ സ്പേസ് പറയണം അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യത്തെ വെക്റ്റർ സ്പേസ് എക്സാമ്പിൾ 1. ഫസ്റ്റ് ഞാൻ എടുക്കുന്ന വെക്റ്റർ സ്പേസ് ഏതാണ്? എം എൻ എൻ ആണ്. ഇതെന്തായിരുന്നു സാധനം? എം എൻ എൻ. എം എൻ എൻ ഡിനോട്ട്സ് ദ വെക്റ്റർ സ്പേസ് ഓഫ് ഓൾ n by n റിയൽ മെട്രിസസ്. n by n റിയൽ മെട്രിസസ് ആണ്. n by n മെട്രിസസ് ആണ്. അതിനകത്ത് ആ മെട്രിക്സിനകത്തുള്ള എൻട്രീസ് ഒക്കെ എന്തായിരിക്കും? റിയൽ മെട്രിസസ് ആയിരിക്കും. അതൊരു വെക്റ്റർ സ്പേസാണ്. ഇനി ആ വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ സബ്സെറ്റിൽ നമ്മളാണ് ചെയ്യേണ്ടത് കൺസിഡർ ദ സബ്സെറ്റ് ഓഫ് ഓൾ സിമ്മട്രിക് മെട്രിസസ്. നമുക്ക് എക്സാമ്പിളൊക്കെ ചെയ്യാനേ ഞാൻ ഈ എം എൻ എന്നിന് എന്താക്കി മാറ്റാം? എന്നിന് 2 കൊടുക്കുമ്പോൾ M22 ആയിട്ട് മാറില്ലേ? M22 എന്തായിരിക്കും സാധനം? M22 denotes the vector space of all 2x2 റിയൽ മെട്രിക്സ്. നമുക്ക് എക്സാമ്പിളൊക്കെ ഡീൽ ചെയ്യാൻ എളുപ്പം. 2x2 മെട്രിക്സ് എടുത്താൽ മതി. നിങ്ങൾ എഴുതുമ്പം ഏത് എക്സാമ്പിൾ എഴുതുക? n by n എഴുതുക. ഇത് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ കൺസിഡർ സബ്സെറ്റ് എന്താണ്? കൺസിഡർ ദ സബ്സെറ്റ് ഓഫ് ഓൾ സിമ്മട്രിക് മെട്രിക്സസ്. എന്തായിരുന്നു സിമ്മട്രിക് മെട്രിക്സ്? എപ്പോഴാണ് മെട്രിക്സ് സിമ്മട്രിക് ആവുക? ഒരു മെട്രിക്സ് സിമ്മട്രിക് ആവണമെങ്കിൽ A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു A ആകുമ്പോഴാണ് സിമ്മട്രിക് ആവുക. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ വെക്റ്റർ സ്പേസിൽ എല്ലാ 2x2 റിയൽ മെട്രിക്സസും ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ഏത് സബ്സെറ്റാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഇതിനകത്തുള്ള സിമ്മട്രിക് മെട്രിക്സസ് മാത്രം ചൂസ് ചെയ്യുക. എപ്പോഴാണ് മെട്രിക്സ് സിമ്മട്രിക് ആവുക? A ട്രാൻസ്പോസ് എടുക്കുമ്പം A തന്നെ കിട്ടുമ്പോഴാണ് അല്ലേ? എപ്പോഴാണ് ട്രാൻസ്പോസ് കിട്ടുക? റോസ് എല്ലാം കോളംസ് ആക്കി മാറ്റുക, അപ്പോഴല്ലേ ട്രാൻസ്പോസ് കിട്ടുക. അങ്ങനെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴും എന്തിന് കിട്ടണം? സെയിം മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു മെട്രിക്സ് ആണ് ചെയ്യുക. A is equal to ഈ ഒരു മെട്രിക്സ് ആണ് ചെയ്യുക. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, A ട്രാൻസ്പോസ് എടുക്കുക. സോ A ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഫസ്റ്റ് റോ ഇവിടെ ഫസ്റ്റ് കോളായിട്ട് മാറും. സോ 1 2 ഇവിടെ കോളായിട്ട് മാറും. സെക്കൻഡ് റോ ഇവിടെ സെക്കൻഡ് കോളാവും. സെക്കൻഡ് റോ ഇവിടെ എന്താ? 2 3 അതിവിടെ സെക്കൻഡ് കോളാവും. ഇതാരും നോക്കിയേ? A ട്രാൻസ്പോസ് A തന്നെയല്ലേ? സെയിം മെട്രിക്സ് അല്ലേ? സോ A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു A ആ. ദാറ്റ് മീൻസ് A ഇസ് എ സിമ്മട്രിക് മെട്രിക്സ്. അങ്ങനെയുള്ള എല്ലാ 2x2 മെട്രിക്സും സിമ്മട്രിക് മെട്രിക്സസ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ചോദ്യം, whether that subset of all symmetric matrices is a subspace or not. എങ്ങനെയാ സബ്സ്പേസ് ആണെന്ന് നോക്കുക? യു ജസ്റ്റ് ചെക്ക് whether it is closed under vector addition and scalar multiplication. അപ്പോൾ ഇതിൽ നിന്ന് 2 പേര് എടുക്കുക. ആയിരിക്കാം എയും ബിയും എടുക്കുക. എടുക്കുന്ന ആൾക്കാരൊക്കെ എന്തായിരിക്കണം? സിമ്മട്രിക് ആയിരിക്കണം. അപ്പോൾ ഞാൻ എയും എടുത്തിട്ടുണ്ട് ബിയും എടുത്തിട്ടുണ്ട്. സോ A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു A ആൻഡ് B ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു B ആണ്. So what is A plus B transpose? A plus B transpose is equal to A transpose plus B transpose ആണ്. What is A transpose? നമുക്കറിയാം A transpose A ആണ്, പ്ലസ് B transpose B ആണ്. കണ്ടോ? A plus B യുടെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് A plus B നെ കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? A plus B സിമ്മട്രിക് ആണ്.
അല്ലേ? എന്നാൽ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ്. ഇനി നമുക്ക് വീണ്ടും റിസൾട്ട് ഉണ്ട്. ക്ലോസ്ഡ് അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ആണോ? കെ ഇൻറ്റു എ എടുക്കുക, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, റിസൾട്ട് ഉണ്ട്. ദിസ് ഇസ് ഇക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ബട്ട് എ ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു എ, സോ ദിസ് ഇസ് ഇക്വൽ ടു കെ എ. അപ്പോൾ എന്താ സംഭവിച്ചു നോക്കിയാൽ, കെ എയുടെ ട്രാൻസ്പോസ് എടുത്ത് നമുക്ക് കിട്ടുന്ന കെ തന്നെയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഓൾസോ. സോ സിൻസ് ദിസ് സബ്സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് മെട്രിസസ് ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ, ഇറ്റ് ഈസ് എ സബ്സ്പേസ്. ക്ലിയർ? എക്സാമ്പിൾ ആയി. മറ്റൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ 2. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന വെക്റ്റർ സ്പേസ് വി ഏത് തന്നെയാണ്? M22 തന്നെയാണ്. ഇനി ഇതിൻ്റെ സബ്സെറ്റ് പറയാം. ഇവിടെ നമ്മൾ സിമെട്രിക് മെട്രിസസ് അല്ലേ എടുത്ത്, അതിന് പറയാൻ ഇൻവേർട്ടിബിൾ മെട്രിസസ് എടുക്കുക. ഇൻവേർട്ടിബിൾ മെട്രിസസ് ഞാൻ എടുക്കുന്നത് ഇൻവേർട്ടിബിൾ മെട്രിസസ് ആണ്. ക്ലിയർ? എപ്പോഴാണ് ഇൻവേർട്ടിബിൾ മെട്രിക്സ് പറയാം? ഇൻവേഴ്സ് എക്സിസ്റ്റ് ഉണ്ടെങ്കിൽ, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലേ? എപ്പോഴാണ് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാൻ ഡിറ്റർമിനൻറ്റ് നോക്കിയാൽ മതി. ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻവേർട്ടിബിളാണ്. ക്ലിയർ? ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ നോട്ട് ഇൻവേർട്ടിബിളാണ്. ക്ലിയർ? നമ്മൾ അറിയാലോ എ ഇൻവേഴ്സിൻ്റെ ഫോമിൽ എന്തായിരുന്നു? സ്ക്വയർ മെട്രിക്സിൻ്റെ കേസിൽ അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണ്. പടിയുള്ള ഡിറ്റർമിനൻറ്റ് ഓഫ് എ 0 ആവാൻ പാടില്ല അല്ലേ? സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ഇൻവേർട്ടിബിൾ. ഒരു എക്സാമ്പിൾ നോക്കാം. A is equal to 1 2 3 4 ഈ മെട്രിക്സ് എടുത്തു. ഇത് ഇൻവേർട്ടിബിൾ ആണോ? ഇൻവേർട്ടിബിൾ ആണോ നോക്കാൻ ഡിറ്റർമിനൻറ്റ് 0 ആണോ അല്ലയോ നോക്കിയാൽ മതി. ഇത് ഡിറ്റർമിനൻറ്റ് വരിക 4 - 6 -2 വരിക. ഇൻവേർട്ടിബിൾ ആണ്. സോ എ ഇസ് ഇൻവേർട്ടിബിൾ. ഞാൻ മറ്റൊരു മെട്രിക്സ് കൂടെ എടുക്കുകയാണ്, ബി ഞാൻ എടുക്കുന്നത് -1 -2 -3 -4 എന്നാണ്. You just check whether B is invertible or not. Invertible ആണോ? ഡിറ്റർമിനൻറ്റ് നോക്കുക. what is the determinant? Determinant 4 - 6. ഡിറ്റർമിനൻറ്റ് സെയിം ആണ്, -2 തന്നെ വരിക അല്ലേ? സിൻസ് ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ. അപ്പോൾ എ ഇൻവേർട്ടിബിൾ ആണ്, ബിയും ഇൻവേർട്ടിബിൾ ആണ്. എ പ്ലസ് ബി എടുക്കുക. സോ എ പ്ലസ് ബി എടുക്കുമ്പോൾ നോക്കൂ, 1 and -1 0, 2 and -2 0 0 0 എന്നാണ് വരിക. എത്രയാണ് എ പ്ലസ് ബിയുടെ ഡിറ്റർമിനൻറ്റ്? എ പ്ലസ് ബിയുടെ ഡിറ്റർമിനൻറ്റ് 0 ആണ് അല്ലേ? 0 ആണെങ്കിൽ ഇൻവേർട്ടിബിൾ അല്ലല്ലോ. സോ എ പ്ലസ് ബി ഡസ് നോട്ട് ബിലോങ്സ് ടു ദ സബ്സെറ്റ് ഓഫ് ഇൻവേർട്ടിബിൾ മെട്രിസസ്. ഇൻവേർട്ടിബിൾ മെട്രിക്സിന് രണ്ടുപേരെ ചൂസ് ചെയ്തു, അവരെ സം എടുത്തു. ആ സം എവിടെ ഇല്ല? ഇൻവേർട്ടിബിൾ മെട്രിസസിനകത്തില്ല, കാരണം ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 എന്നാൽ it is not closed under vector addition, so it is not a subspace. Clear? So subset of symmetric matrices is a subspace, so subset of invertible matrices is not a subspace. Clear? Second example. ഇനി നമുക്ക് വേറെ നോക്കാം. വേറെ മൂന്നാമത്തെ എക്സാമ്പിൾ 3. ഈ എക്സാമ്പിൾ 3ൽ ഞാൻ നൊട്ടേഷൻ കൊടുക്കാം. ഇതെന്താ നിങ്ങൾ പറ? ഇതെന്താ സാധനം? ഒരു വെക്റ്റർ സ്പേസാണ്. ഏത് വെക്റ്റർ സ്പേസാണ്? ഈ വെക്റ്റർ സ്പേസിനകത്തുള്ളത് ഓൾ റിയൽ ഫങ്ഷൻസാണ്. ദ വെക്റ്റർ സ്പേസ് ഓഫ് ഓൾ റിയൽ ഫങ്ഷൻസ്. ഡൊമൈനും റേഞ്ചും കോഡൊമൈനും റിയൽ നമ്പേഴ്സാണ്. ആറിൽ നിന്ന് റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും വരുന്ന സെറ്റാണ് ഈ എഫ്. ഫസ്റ്റ് സെറ്റ് റിയൽ നമ്പേഴ്സാണ്, സെക്കൻഡ് സെറ്റും റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ഉള്ള എല്ലാ ഫങ്ഷൻസും വരുന്ന സെറ്റാണ് ഇത്, വെക്റ്റർ സ്പേസ്. നമുക്കതിൻ്റെ സബ്സെറ്റ് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ സബ്സെറ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസാണ്. കണ്ടിന്യൂസ് ആയ നൊട്ടേഷൻ സി എന്ന് കൊടുക്കാൻ പോവാം. ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഫ്രം -∞ ടു +∞. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തായിരുന്നു? ഇവിടെ പറഞ്ഞത് റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസ് വരുന്ന സെറ്റാണ് ഇവിടെ പറഞ്ഞത്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ആരെയാണ്? കണ്ടിന്യൂസ് ഫങ്ഷൻസിനെ മാത്രമാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കണ്ടിന്യൂസ് ഫങ്ഷൻസ് വരുന്ന സെറ്റാണ് ഇത്. ഇത് സബ്സ്പേസ് ആണോ? രണ്ട് കാര്യങ്ങളെ നോക്കേണ്ടതുള്ളൂ. അതർ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ ഇവിടെ രണ്ടുപേരെ എടുക്കുക, എഫ് എന്നും ജി എന്നും എടുക്കുക. ക്ലോസ്ഡ് ആണോ? എഫ് പ്ലസ് ജി ഇവിടെ തന്നെ ഉണ്ടാവുമോ? അപ്പോൾ ഇവിടുന്ന് ഒരാളെടുക്കുമ്പോൾ കണ്ടിന്യൂസാണ്, എഫ് കണ്ടിന്യൂസാണ്, ജിയും കണ്ടിന്യൂസാണ്.
Sum of two continuous functions is continuous. So f plus g belongs to C. Closed ആണ്. എഫിനെ നിങ്ങളൊരു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കെ എഫ് എടുക്കുക. എഫ് കണ്ടിന്യൂസ് ആണ്, കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. സോ കെ എഫ് ഓൾസോ ബിലോങ്സ് ടു സി. ക്ലോസ്ഡ് അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഓൾസോ. രണ്ടിലും ക്ലോസ്ഡ് ആയതുകൊണ്ട് അതെന്താണ്? ക്ലോസ്ഡ് ആണ്. ഇത് വെക്റ്റർ സ്പേസ് ആണ്. സോ the subset of all continuous real functions is a subspace of all functions, all real functions. Okay. നാലാമത്തെ എക്സാമ്പിൾ, ഫോർത്ത് എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെക്റ്റർ സ്പേസ് അത് തന്നെയാണ്, ഇതേ കാര്യം തന്നെയാണ്, ഓൾ റിയൽ ഫങ്ഷൻസാണ്. ഇനി അതിൻ്റെ ഞാൻ എടുക്കുന്ന സബ്സെറ്റ് ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസാണ്. ഇതിനകത്തുനിന്ന് കുറേ ഫങ്ഷൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും, കുറേ ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസിനെ മാത്രം എടുക്കുക. എത്ര തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം? കുറേ തവണ ചെയ്യാമല്ലോ. ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസാണ്. അത് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. അതുപോലെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം, C2 മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ആദ്യം ഇതിൻ്റെ കേസ് നോക്കാം. എന്തായാലും C1 ഇവിടെ എല്ലാ ഫംഗ്ഷൻസും ഉണ്ട്, അതിനകത്ത് ഡിഫറൻഷ്യബിൾ ആയുള്ള ഫംഗ്ഷൻസിന് മാത്രം സെറ്റാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉള്ള ഫംഗ്ഷൻസിന് മാത്രം സെറ്റാണ് C1. സെക്കൻഡ് ഡെറിവേറ്റീവ് ഉള്ളതാണ് C2. ആദ്യം നമുക്ക് C1നെ കുറിച്ച് നോക്കാം. ഇവിടെ രണ്ടുപേരും എടുക്കുക, നിങ്ങൾ എഫിനെ എടുക്കുക, ജീനെ എടുക്കുക. ഇവിടുന്ന് ഒരാളെ എടുത്താൽ ഡിഫറൻഷ്യബിളാണ്. എഫും ജിയും ഡിഫറൻഷ്യബിളാണ്. ഇനി ഇതിൻ്റെ സമ്മ് ഡിഫറൻഷ്യബിൾ ആണോ? നമുക്കറിയാലോ, എഫ് പ്ലസ് ജിയുടെ ഡെറിവേറ്റീവ് ഈക്വൽ ടു എഫ് ഡാഷ് പ്ലസ് ജി ഡാഷ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, ശരിയല്ലേ? സോ എഫ് പ്ലസ് ജി ബിലോങ്സ് ടു സി ഡാഷ് C1. അതുപോലെ എഫ് എടുക്കുക, കെ എഫ് എടുക്കുക, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? കെ ഇൻറ്റു എഫ് ഡാഷ് എന്ന് എഴുതാം, ഡിഫറൻഷ്യബിൾ ആണ്. ക്ലിയർ? സോ ദിസ് C1 ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. സോ ഇറ്റ് ഈസ് എ സബ്സ്പേസ്. ഇത് പറഞ്ഞു തുടങ്ങിയോണ്ടേ ഇതിൻ്റെ കുറച്ച് സബ്സ്പേസസ് കൂടെ പറയാം. പോളിനോമിയൽ ഫങ്ഷൻസ് എടുക്കാം. പോളിനോമിയൽ ഫങ്ഷൻസ് ഇതിൻ്റെ ഇതേ സെറ്റിൻ്റെ തന്നെ പോളിനോമിയൽസ് ആണ് ഞാൻ എടുക്കുന്നത്. പോളിനോമിയൽസ് P ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, അത് ഇതിൻ്റെ സബ്സെറ്റ് ആണോ? ആണ്. പോളിനോമിയൽ ഫങ്ഷൻസ് അല്ലേ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, പോളിനോമിയൽ ഫങ്ഷൻസാണ്. ഇനി ഇവിടെ നോക്കുക, ഇതിന്ന് രണ്ടുപേരും എടുക്കുക, രണ്ട് പോളിനോമിയൽസ് എടുക്കുക. P1 എടുക്കുക, P2 എടുക്കുക, രണ്ടോട് ആഡ് ചെയ്യുക. അത് മറ്റൊരു പോളിനോമിയൽ ആയിരിക്കില്ലേ? ക്ലോസ്ഡ് ആണ്. ഒരു പോളിനോമിയൽ പി എ നിങ്ങൾ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് വീണ്ടും മറ്റൊരു പോളിനോമിയൽ അല്ലേ? ക്ലോസ്ഡ് ആണ്. സോ ഇറ്റ് ഈസ് എ സബ്സ്പേസ്. ക്ലിയർ? ഇവിടെ ഇങ്ങനെയല്ല നൊട്ടേഷൻ കൊടുക്കുക, ഡിഗ്രി ഏതും ആവാമല്ലോ. അതുകൊണ്ട് നമ്മൾ പി ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കിയാൽ എഫ് ഓഫ് എക്സിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നാണ്. ഡിഗ്രി 2 ആണ്, ഡിഗ്രി 3 ആവാം, 4 ആവാം, 5 ആവാം, എത്ര വേണമെങ്കിലും പോവാം, ഇൻഫിനിറ്റി വരെ പോവാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, പി ഇൻഫിനിറ്റി. Okay, the vector space of all polynomials. So it is a subspace. അതിൽ മറ്റൊന്നുകൂടെ പറയാം. സിക്സ്ത് Pn എടുക്കുക. Pn denotes the vector space of all polynomials of degree less than or equal to n എന്നാ, equal to n അല്ല. Pn denotes vector space നമുക്ക് നോക്കാം. Pn denotes the vector space of all polynomials of degree less than or equal to n. ഈക്വൽ ടു n എന്ന് മാത്രം പറഞ്ഞാൽ എന്താ പ്രശ്നം? അപ്പോൾ ഞാൻ പറയാം, P2 പറയണം. P2 denotes the vector space of all polynomials of degree 2 എന്ന് പറയുകയാണെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്. അപ്പം നോക്കൂ, 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡിഗ്രി 2 ഉള്ള പോളിനോമിയലാണ്. മറ്റൊരു പോളിനോമിയൽ 1 പ്ലസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡിഗ്രി 2 ഉള്ള മറ്റൊരു പോളിനോമിയലാണ്. ഇത് രണ്ടും ആഡ് ചെയ്തേ, ആഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ കട്ട് ചെയ്യില്ലേ, ബാക്കി 2 പ്ലസ് 2x എന്നല്ലേ കിട്ടുക. ഡിഗ്രി എത്രയാണ്? 1 ആണ്. അപ്പോൾ ഡിഗ്രി കറക്റ്റ് 2, അപ്പോൾ ഇത് ഡിഗ്രി 2 അല്ല, അത് P2 ഇല്ല. അപ്പോൾ കറക്റ്റ് 2 എന്ന് പറഞ്ഞാൽ അത് വെക്റ്റർ സ്പേസ് ആവില്ല, ക്ലോസ്ഡ് ആവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. സോ Pn denotes the vector space of all polynomials of degree less than or equal to n ആണ്. ക്ലിയർ? ഇത് ഈസ് എ വെക്റ്റർ സ്പേസ്. നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ട് അടുത്ത വീഡിയോയിൽ.